അതേ മക്കളെ, നമ്മൾ കുറേ നാളത്തെ ടീച്ചിങ് പ്രാക്ടീസിനൊടുവിൽ അറ്റ് ലാസ്റ്റ് നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പ്രിപ്പറേഷൻ, തിരുവാതിര. അപ്പോൾ എന്താണ്ട് റസ്നി അതിലേക്ക് ഏതോ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു. അവരെന്തോണ്ട് കൈകൂപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് വോട്ടിടണം, എൻ്റെ ചിഹ്നം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തിരുവാതിര കളിക്കുന്നത്. ആരും ഇതിനകത്ത് പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ല. ഇതിൻ്റെ ബാക്കിൽ ഞാനിന്ന് തിത്തിത്തേ കളിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഈ വട്ടം എല്ലാവരും ഭയങ്കര വാശിയോടെയാണ് തിരുവാതിരയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സിനെ കാട്ടി ഒട്ടും പുറകിലല്ല എന്ന് കാണിക്കാനാണോ ഈ വാശിയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് അത്തപ്പൂവിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളായിരുന്നു അത്തപ്പൂവിൻ്റെ ഒരുക്കങ്ങൾ. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ വട്ടം ജൂനിയേഴ്സ് കഷ്ടപ്പെടുകയാണ്. അതിലേക്കാണെങ്കിൽ ഇത് ചെമ്പകത്തിൻ്റെ പൂവാണ്, ഇതങ്ങ് തെങ്കാശിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജൂനിയേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വാടാമല്ലി ഒരു സൈഡിലോട്ട് വെച്ച് പതുക്കെ ഇറുക്കിയിടാമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല ഗൈസ്, ഈ വാടാമല്ലി ഇറുകുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ പാട്ടൊക്കെ കേട്ട് നമ്മൾ എങ്ങനെയും അത് തീർത്ത്. കോളേജ് വിട്ട് നമ്മൾ നേരെ പോയത് അഞ്ജലിയുടെ വീട്ടിൽ ബ്ലൗസ് മേടിക്കാനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടു. അപ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തി കൊച്ചിനെ കൊണ്ട് 2 വാക്ക് പറയിപ്പിച്ചു. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഇങ്ങനെയാണ് ഇത്. ഓക്കെ.